മഹാഭാരതത്തിൽ കർണൻ ഭരിച്ചുകൊണ്ടിരുന്ന അംഗരാജ്യത്തിന് ആ പേര് വന്നത് ശിവഭഗവാനാൽ ഭസ്മമാക്കപ്പെട്ട കാമദേവനിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ബലിയുടെ പുത്രനായ അംഗൻ ഭരിച്ചതിനാലാണ് ആ ദേശം അംഗരാജ്യമെന്നറിയപ്പെട്ടത് എന്ന് ചില ഗ്രന്ഥങ്ങൾ പറയുന്നു. എന്നാൽ രാമായണം ബാലകാണ്ഡമനുസരിച്ച് ദേവലോകത്ത് ശ്രീപരമേശ്വരനെ പാർവതീദേവിയുമായി വിവാഹം കഴിപ്പിക്കുന്നതിനുള്ള ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം കാമദേവൻ തന്റെ 5 പുഷ്പബാണങ്ങൾ പരമേശ്വരനിൽ പ്രയോഗിച്ചു. തപസ്സിന് ഭംഗമുണ്ടാക്കിയതിൽ കോപിഷ്ഠനായ ഭഗവാൻ തന്റെ 3-ാം തൃക്കണ്ണ് തുറന്നപ്പോൾ അതിൽ നിന്നുമുള്ള അഗ്നിയാൽ കാമദേവൻ ഭസ്മമായി തീർന്നു. ആ ഭസ്മം വന്നുവീണ പ്രദേശം ശരീരം എന്നർത്ഥം വരുന്ന അംഗരാജ്യമായും കാമദേവൻ ശരീരമില്ലാത്തവൻ എന്നർത്ഥത്തിൽ അനംഗൻ എന്ന പേരിലും അറിയപ്പെട്ടു. അംഗരാജ്യത്തെ സംബന്ധിച്ച പ്രസിദ്ധമായ മറ്റൊരു കഥയാണ് അംഗരാജ്യം ഭരിച്ച ലോമപാദ രാജാവ് ഋഷ്യശൃംഗനെ വരുത്തി രാജ്യത്തെ വരൾച്ച നീക്കാനായി മഴ പെയ്യിച്ച കഥ. മഹാഭാരതത്തിലാകട്ടെ കൗരവരും പാണ്ഡവരും ഹസ്തിനപുരത്ത് ആയുധപരീക്ഷ നടത്തുന്ന സമയം കർണന്റെ വംശത്തെപ്പറ്റി പരിഹാസമുയർന്നു. കർണനെ ബഹുമാനിക്കാൻ ദുര്യോധനൻ അപ്പോൾ തന്നെ അദ്ദേഹത്തെ അംഗരാജ്യത്തെ രാജാവായി പ്രഖ്യാപിച്ചു. അംഗരാജൻ കർണനും അംഗരാജ്യത്തെ സൈന്യവും കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനനോടൊപ്പം നിന്ന് പോരാടി.